ഈ ഹൈറേഞ്ചിലെ ഏലക്കാടുകൾ വിയർക്കുന്നത് പോലും ചുവപ്പ് നിറത്തിലാണ്. ഈ മലഞ്ചെരിവിൽ വിപ്ലവത്തിന്റെ തടാകങ്ങൾ ഇനിയും പൊട്ടി മുളയ്ക്കും. ഹരിത നിബിഡ വനമടിയിലെ ജലതമിടയും മലമുടിയിലെ അമര സമര ധ്വജമുയർത്തി അടിമ ജീവിതം മുടച്ചരുതിത താരമേ. ഈ മലഞ്ചെരിവിൽ വിപ്ലവത്തിന്റെ തടാകങ്ങൾ ഇനിയും പൊട്ടി മുളയ്ക്കും. എന്താ ഇവിടെ ആശാൻ കുളിക്കുമായിരുന്നോ? സോപ്പില്ലായിരുന്നു. അവന്റെ ഒരു കൈ ഇന്ന് രാത്രി ഡാമിലെ ചെമ്പല്ലികൾ തിന്നിരിക്കണം. ഡാമിലെ ചെമ്പല്ലികൾക്കും വാളകൾക്കും തിന്നാൻ ഞാനായിട്ട് എന്തെങ്കിലും ഇട്ടുകൊടുക്കുന്നതല്ലാതെ വേറൊരാളും ഒരു കല്ല് പോലും എടുത്തെറിയുന്നത് എനിക്കിഷ്ടമല്ല. ആശാനെ അത് വേണോ? അവനെ ഒന്ന് പേടിപ്പിച്ചു വിട്ടാ പോരെ? കൈവെട്ടില്ലെങ്കിൽ ചെമ്പല്ലിക്ക് കൈ തിന്നാൻ പറ്റൂടാ? ഹക്കീമേ, സഖാവ് പീട്ടി ഒന്നോർക്കണം. നിന്നെ പോലുള്ള പരൽമീനുകൾ നീന്തി നടക്കുന്ന ക്യാമ്പസ് രാഷ്ട്രീയമെന്ന ചെറുതോടല്ല ഇത്. വൻമീനുകൾ നീന്തുന്ന മഹാസമുദ്രമാണ് ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇത് ആശാനും ഞാനും നോക്കുക. എന്നാലും ആശാനെ, ഈ കാര്യത്തിൽ വേറെ തീർപ്പില്ല, തീരുമാനവുമില്ല. ചില കാര്യങ്ങൾക്ക് ചോര വീഴുന്നത് മാത്രമാണ് പരിഹാരം. വരട്ടടാ, പോലീസോ വേണമെങ്കിൽ പട്ടാളം തന്നെ വരട്ടടാ. പാറ്റൺ ടാങ്ക് പോലെ വെക്കും. ഒന്നും മനസ്സിലാവാതെ ഒരു പൂച്ചയെ പോലെ ഇരിക്കുന്നു. തനിക്ക് അങ്ങനെ തന്നെ വേടാ മൊട്ടത്തല്ലേ. നാരങ്ങയുണ്ട് സഖാവേ, ഒരു സർബത്തെടുക്കാം. എന്റെ പൊന്ന് ഹക്കീം സഖാവേ, ഇത്രയും ലോഡ് വെച്ച് വണ്ടി ചോരറങ്ങണമെങ്കിൽ ഇച്ചിരി പാടാ. വണ്ടിക്ക് പണി വരും. പിന്നെ ചെക്ക് പോസ്റ്റ് തൊട്ട് മുട്ടിന് കൈക്കൂലിയും കൊടുക്കണം. ഞാൻ പറഞ്ഞാലും എനിക്ക് ഇത്രയും കാശ് കിട്ടണം. രഘു, ഈ ഹക്കീമൊന്ന് ഞൊട്ടി വിളിച്ചാലേ ഇതുപോലത്തെ 100 വണ്ടി വരും. 100 വണ്ടി. അത്രയ്ക്ക് വേണോ സഖാവേ? ആ വണ്ടി ഇത്തിരി കൂടിപ്പോയില്ലേ?